ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോ കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് സോ ടഫ് റീച്ചിങ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അഞ്ചുമലപ്പാറ. അപ്പം നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. കൊണ്ടൂരിൽ നിന്നും കായംകുളം വരെ നീണ്ടു നിൽക്കുന്ന 42 കിലോമീറ്ററാണ് ആക്ച്വലി ഈ KP റോഡിൻ്റെ ദൈർഘ്യം. ആ യാത്രയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് ഗോയിങ് ടു ബി അനദർ ഓസം വീഡിയോ, റൈറ്റ്? യാത്രയെ സ്നേഹിക്കുന്നവർക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഓസം വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എന്നാൽ ശാലംപുരത്ത് നേരെ വിടുവാണ്. ഇന്ന് അടൂർ വരെ കവർ ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനിടയ്ക്ക് ഒന്ന് രണ്ട് നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കണ്ടു വെക്കാം. അതിലേക്ക് അതൊക്കെ കാണാം, റൈറ്റ്? അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി. നല്ല കാറ്റുണ്ടെന്ന് നമ്മൾ പറയുന്നതൊക്കെ എങ്ങനെ കേൾക്കുമെന്നൊരു സംശയമുണ്ട് എനിക്ക്. Let's see. I can feel that wind is blowing like anything. Maybe I can put the microphone in another direction. അപകട സാധ്യതയുള്ള സ്ഥലം, ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ എന്ന് ഇതിലൂടെ ഒരു മാർത്തോമ സ്റ്റേഷൻ്റെ ഇടവശത്ത് വണ്ടിയുടെ നല്ല വേഗതയാണ് ഇവിടെ പാടുള്ളത് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ച് പോവാം. കുൽസം ഫർണിച്ചർ, വെരി കോമിക്കൽ നെയിം, റൈറ്റ്? നമ്മൾ കുൽസുദോ എന്നൊക്കെ കേട്ടില്ലേ? ഐ മീൻ കുൽസ മേ ബി ഒരു അറബിക് വേർഡ്, മേ ബി ഹിന്ദി വേർഡ്, I don't know. കുൽസം അറബിക് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലത്തെ യാത്ര നമ്മൾ ലൈക്ക് ഡീറ്റോർ ചെയ്തത്, ലൈക്ക് അഞ്ചുമലപ്പാറയിലേക്ക് പോയത് ഈ ജംഗ്ഷനിലായിരുന്നു. ഈ ജംഗ്ഷൻ്റെ പേര് പുതുവൽ. ഇവിടുന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ മാലൂക്കോട് അഞ്ചുമലപ്പാറയ്ക്ക് പോകാം. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലത്തെ വീഡിയോ ആണ് ഗൈസ്. സോ നമ്മൾ നേരെ പോവുക. 42 കിലോമീറ്ററാണ്, 42.5 കിലോമീറ്റർ. അതാണ് ഈ KP റോഡ്. സ്റ്റേറ്റ് ഹൈവേ 5 ആണ് കേട്ടോ. ഈ സ്റ്റേറ്റ് ഹൈവേ 5ൻ്റെ ടോട്ടൽ ലെങ്ത് അതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മിക്കവാറും കേരളത്തിലുള്ള റോഡുകളൊക്കെ എങ്ങനെയാണ്, പല റോഡുമായിട്ട് ജോയിൻ്റ് ആവുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന് റൈഡ് ചെയ്ത് വന്ന കല്ലിങ്കടയിലെത്തുമ്പോൾ അത് കല്ലിങ്കട വരെ സ്റ്റേറ്റ് ഹൈവേ 8 ആണ്. അതിനുശേഷം KP റോഡ്, ഇത് പിന്നെ MC റോഡിലേക്ക് അടൂർ ചെല്ലുമ്പം ചെല്ലും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 നാഷണൽ ഹൈവേയും കൂടെ വരുന്നുണ്ട്. അവസാനം നാഷണൽ ഹൈവേ പോയിട്ടാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. മുംബൈ ടു കന്യാകുമാരി ഒരു ഹൈവേ, അവിടെ വന്നാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. പ്രൈവറ്റ് ബസ്സുകളൊക്കെ നല്ല വേഗതയിൽ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവൻ്റെ അങ്ങനെ പോകുന്നതല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ വളരെ സൂക്ഷിച്ചു പോകണം. ഇവിടെ കുറേയധികം ആക്സിഡൻറ്റ്സ് കഴിഞ്ഞ ഒരു വർഷത്തിലുണ്ടായിട്ടുണ്ട്. ഈ ഇതിൻ്റെ ഒരു ജിയോഗ്രഫി നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ ഏർത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. 2 സൈഡിലും മലകളാണ്, അതിൻ്റെ ഇടയ്ക്ക് കൂടാണ് ഈ റോഡ് പോകുന്നത്. നമ്മൾ ഇടത്തോട്ടൊരു ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ കൊണ്ടുകയറിയാണ് നമ്മൾ മാരൂർ നമ്മളെത്തിയിരിക്കുകയാണ്. മാരൂർ സഹകരണ ബാങ്കിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ നിർലോഭമായ സഹകരണം നൽകിയിട്ടുള്ള മുഴുവൻ സഹകാരികളോടും ബാങ്കിനുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്നും
നിങ്ങളുടെ പക്കലുള്ള ചെറുതും വലുതുമായ തുകകൾ നമ്മുടെ ഏനാദിമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച് നമ്മുടെ നാടിന്റെ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന സഹകാരികളോടും പൊതുജനങ്ങളോടും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഓർക്കുക, നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ, ഇൻഷുറൻസ് ഗ്യാരണ്ടി, ഏനാദിമംഗലം സർവീസ് സഹകരണ ഇൻഷുറൻസ് ഗ്യാരണ്ടി എത്രയാണ്? മാക്സിമം 1 lakh അല്ലേ? അതാരും പറയാറില്ല. നമ്മളൊരു 10 lakhs ഇട്ട് കഴിഞ്ഞാൽ ഏനാദിമംഗലം സർവീസ് സഹകരണ ബാങ്ക് നമ്പർ 51 ഇളമണ്ണൂർ ബ്രാഞ്ചുകൾ മങ്ങാട്. നമ്മുടെ നാടിന്റെ സാമ്പത്തികവും സേവനപരവുമായ മേഖലകളിൽ സജീവമായ ഇടപെടലുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസമായി മാറിയ വിശ്വാസ്യതയുടെ നേർരൂപമായ ഏനാദിമംഗലം സർവീസ് സഹകരണ ബാങ്ക്. ഏനാദിമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2023 രണ്ടാം ഘട്ട കുടിശ്ശിക നിവാരണ അദാലത്ത് 2023 നവംബർ മാസം 1-ാം തീയതി മുതൽ നവംബർ 30 വരെ നടന്നുവരികയാണ്. നമ്മുടെ ഏനാദിമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള പ്രിയ സഹകാരികളുടെ സൗകര്യാർത്ഥം 2023 നവംബർ മാസം 16-ാം തീയതി ബുധനാഴ്ച, 29-ാം തീയതി വ്യാഴാഴ്ച എന്നീ തീയതികളിൽ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് കുടിശ്ശിക നിവാരണ അദാലത്ത് നടത്തപ്പെടുകയാണ്. പദ്ധതി പ്രകാരം അവസാനിക്കുന്ന ചോദിച്ചാൽ നല്ല ഭംഗിയുണ്ടല്ലോ. ഗൈസ്, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസ്, ബ്രോഡ് വീഡിയോസ്, ട്രാവൽ വീഡിയോസ് ആയിരിക്കും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. നോട്ട് മിസ് ഔട്ട് ബൈ സതീഷ് കൊണ്ട് നമുക്കൊരു ഇംഗ്ലീഷ് ചാനലും കൂടി ഉണ്ട്. അതുകൊണ്ടൊന്ന് കയറി ഇഷ്ടപ്പെടുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവായിട്ടുള്ള വണ്ടികളുടെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സതീഷ് കുമാർ എന്ന ചാനൽ കാണാൻ. ഈ തടി കേടുന്നത് ഒരു വളരെ കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ് അല്ലേ? കൊടുമൺ, ചാലപ്പീച്ച്, ആലപ്പുഴ ബീച്ച് 89 ഈ തടി കേടുന്നൊരു ഭയങ്കര കളക്റ്റീവായിട്ടൊരു ടീം വർക്കാണ്. അതിന് കൂടുതൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സോ ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഒരു വശത്ത് വേദോത്സവത്തും അതുപോലെ തന്നെ പണ്ട് ഇതൊക്കെ നെൽവയലുകളായിരുന്നേക്കാം. മറുവശത്ത് വീടുകളൊക്കെയാണ് കാണുന്നത്. ഇതൊരു ചെറിയ ചെറിയ കടകളൊക്കെ ഇഷ്ടം പോലുള്ളതാണ് ഈ ഏരിയാസ്. കേരളത്തിൽ പൊതുവെ പോയി കഴിഞ്ഞാൽ ഞാൻ പല വീടുകളുണ്ട്. കേരളത്തിന് വെളി നമ്മൾ റൈഡ് ചെയ്യുമ്പോഴാണ് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. വെള്ളമാണ് തീർന്നു പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അടുത്ത് വെള്ളം കിട്ടുന്ന കടയ്ക്ക് വേണ്ടി എത്ര ഓടണമെന്നറിയാം. ഇതങ്ങനെയൊന്നുമില്ല. ഒരു 300-200 meters you have another ഷോപ്പ്. എനിക്കൊന്നും നമ്മൾ എത്തുന്നത് ഇളമണ്ണൂരാണെന്ന് തോന്നുന്നു. ഇത് ഇളമണ്ണൂർ എന്ന് പറഞ്ഞാൽ പ്രചാരം വിട്ട് കഴിഞ്ഞാൽ ഒരു ഇളമണ്ണൂരാണ്. ഈ വലതുവശത്ത് കഴിഞ്ഞാൽ കലഞ്ഞിലെത്താം. മാങ്കോട് ആ ഭാഗത്ത് നിന്നൊക്കെ പ്രചാരം ടച്ച് ചെയ്യാതെ നമുക്ക് അടുത്തെത്താനായിട്ടുള്ള ഒരു വഴിയാണത്. കാണുന്നത് നമുക്ക് കളഞ്ഞൂർ നേരെ കയറി കഴിഞ്ഞാൽ ഇളമണ്ണൂർ എത്തും. ഞാൻ നിങ്ങൾ വേറൊരു അടിപൊളി ഒരു സംഭവം കാണിക്കാം കേട്ടോ. ഇനിയൊരു ഡീറ്റൂറാണ് ടെസ്റ്റ്.
ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, മൗണ്ട് സയൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാലാണ് കിടക്കുന്നത്. അപ്പോൾ പത്തനാപുരത്ത് മെഡിക്കൽ കോളേജ്, അതിൽ എഞ്ചിനീയറിംഗ് കോളേജും ആയിട്ടുണ്ട്. ഗുഡ്. ഇളമണ്ണൂരിൻ്റെ ജംഗ്ഷനിലാണെന്ന് തോന്നുന്നു. ഒരു SPT ഉണ്ടായിരുന്നു. SPT അല്ല, SPI. ഓക്കെ, വലതുവശത്തായിരുന്നു. മുമ്പ് ഇടതുവശത്തായിരുന്നു പോകുന്നത്. ഇളമണ്ണൂർ സ്കൂൾ വലതുവശത്ത് കാണാം. ഇന്ന് സമരമാണ് കേട്ടോ, സ്ട്രൈക്ക് ആയതിനാൽ അവധിയാണ്. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വാർത്ത വന്നാലൊന്നും സ്കൂളൊന്നും വിടില്ല. നമ്മൾ സ്ട്രൈക്ക് ഓൺ എന്ന് പറഞ്ഞ് വിളിച്ചാൽ മാത്രമേ സംഭവിക്കുള്ളൂ. ഞാൻ പഠിച്ച സമയത്ത് ഞാൻ സ്കൂളിലായിരുന്നു. ഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഒരു സ്കൂൾ ലീഡറിൻ്റെ സൈനൊക്കെ വേണമെന്ന് തോന്നുന്നു സമയത്ത് ഈ സ്ട്രൈക്ക് ചെയ്യണപ്പോൾ സ്കൂൾ ഹാസ് ടു സപ്പോർട്ട് റൈറ്റ്. ഇപ്പോൾ അന്ന് ഞാൻ പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ല, ഇന്നത്തെ ഒരു പ്രധാന കക്ഷിയുടെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന കക്ഷിയുടെ ആ കഥ ഞാൻ ഇത് പറഞ്ഞിട്ട് പറയാം. കാരണം ഇളമണ്ണൂർ മെയിൻ ഇളമണ്ണൂർ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇളമണ്ണൂർ. ചെറിയൊരു ടൗൺ എന്നൊക്കെ പറയാനുള്ളത്. ഇതാണ് ഇവിടുന്ന് ഇടത്തോട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു വ്യൂ പോയിന്റ്, അതൊന്ന് കാണിച്ചേക്കാം. വലിയൊരു കയറ്റമാണ്, അത് മാത്രമാണ് പ്രശ്നം. ഇളമണ്ണൂരിലെ പബ്ലിക് സ്റ്റേഡിയമാണിത്. നൈസ്. ഇത് ഒരു ഗ്രൗണ്ടാണ്. നൈസ്. Look at the way, they're struggling to go up. നല്ലൊരു സൈഡാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു അടിപൊൾ സൈഡ് കാണിച്ചു തരാം. ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ ഞാൻ വരുന്ന ഈ സമയത്തൊന്നും വരണ്ട. നിങ്ങൾ വരുവാണെങ്കിൽ നല്ല ലൈക്ക് രാവിലെ വേണം, അല്ലെങ്കിൽ വേലൊക്കെ കാണുന്നത് വൈകുന്നേരം വേണം. ഞാനിപ്പോഴും വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. കുറച്ച് നല്ലൊരു കയറ്റമാണ്. നമ്മൾ ഇളമണ്ണൂർ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ട കാണേണ്ട ഒരു സൈറ്റാണിത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വെരി ഫാർ ഫ്രം പത്തനാപുരം മാത്രം. ഞാൻ കാണിക്കാതെ ഞാൻ വണ്ടി സദ്യ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കുറച്ച് ബ്രേക്ക് കുറവാണ് കേട്ടോ. സോ ഐ എം നോട്ട് ദാറ്റ് കോൺഫിഡൻറ്റ്. തിരിച്ചു വരുമ്പോൾ ആ സൈഡ് നിങ്ങളെ കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്, നല്ലൊരു വ്യൂ ആണ്. ഇതെന്താണ് ആക്ച്വലി ഈ ഒരു കൃഷിയൊന്നുമില്ലെന്ന് തോന്നുന്നു. പയർ പോലുള്ള എന്തോ സാധനം വേണ്ട, ഈ സെയിം സാധനം ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ് ലുക്സ് നൈസ്. മേളിൽ വരെ ഉണ്ട് ഈ സംഭവം. വണ്ടി സ്റ്റഡി ചെയ്യാനായിട്ട് മേളിൽ കണ്ടു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത്. സോ നൈസ്. ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ വണ്ടി എടുക്കുന്ന മേളിൽ എന്തോ കാര്യമില്ല. ഇത് നിങ്ങൾ കുറച്ചൊരു മേളിൽ കരുതി നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ കുറച്ച് നാളിന് മുമ്പ് ഒരു സെയിം സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് 1 വർഷം മുമ്പ് കിൻഫ്രയിലേക്ക് പോകുന്ന വഴിയാണിത്.
അപ്പോൾ ഗൈസ്, അപ്പം നമുക്ക് സമയം കളയാതെ തിരിച്ചു വിട്ടേക്കാം. ഞങ്ങളുടെ ചെറുപ്പക്കാലത്ത് ഇതുപോലെ ഗ്രൗണ്ടിൽ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു. നമ്മൾ പലരുടെയും തെങ്ങിൻ തോപ്പിലും റബ്ബർ തോട്ടത്തിലും അല്ലെങ്കിൽ കൊയ്ത്ത് കഴിയുമ്പോഴുള്ള ആ പാടത്തുമാണ് നമ്മളൊക്കെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കോഴ്സിലൊക്കെയാണ്, എല്ലായിടമൊന്നുമില്ല, ഇതുപോലുള്ള ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. നൈസ്. ഒത്തിരി ട്രക്കുകളൊക്കെ ഇങ്ങനെ യാത്ര പോകുന്ന വഴിയാണിത്. ഇവിടെ ഒരു കെയർഫുൾ ചെയ്യുക. ഈ 42 കിലോമീറ്റർ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്നതാണ് കേട്ടോ, മാക്സിമം. മിനിമം മാക്സിമം വടവ്. പക്ഷെ അത് നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ട് പോകുന്നുണ്ട് മാത്രമാണ് ഇതിന് സമയം എടുക്കുന്നത് കേട്ടോ. റോഡൊന്നും വലിയ മോശമില്ലാത്ത റോഡുകളാണ്. 1-2 കുണ്ടൂരിൽ നിന്ന് പത്തനാപുരം വരെ അടിപൊളി റോഡ്, യു ഓൾറെഡി നോ ദാറ്റ്. പിന്നെ പത്തനാപുരം ടു അടൂരോ വളരെ മോശമില്ലാത്ത റോഡ്. ഇതും ഓൾമോസ്റ്റ് പുതിയ റോഡാണ്. ഒത്തിരി പുതിയതല്ലെങ്കിലും ഒരു 5 വർഷത്തിനുള്ളിൽ മുമ്പ് ചെയ്ത റോഡാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഓരോന്നാ രാജ്യം പോയിട്ടുണ്ട്. ഇതൊരു വലിയൊരു പിൽഗ്രിം സെൻ്ററാണ് കേട്ടോ, മരുതിമൂട് എന്ന് പറയുന്നത്. മരുതിമൂട് സെൻറ്റ് ജൂഡ് എന്ന് പറയുന്ന ഇതൊരു പിൽഗ്രിം പ്ലേസാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഇവിടേക്ക് വരാറുണ്ട്. ഞാനിവിടെ പോയിട്ടില്ല. ഇതാണ് ഈ മരുതിമൂട് എന്ന് പറയുന്നത്. ഇതൊന്നും വ്യാഴാഴ്ചകളിലാണ് വന്നിട്ടുണ്ട് തിരക്ക് കൂടുതൽ. ഈ സെൻറ്റ് ജൂഡ് എന്ന് പറയുന്നത് എന്തോ മധ്യസ്ഥത ഉള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നില്ല. പ്രത്യേകിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് പുറകോട്ടാണ്. ഈ മതം, ദൈവം ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് ഉള്ളിൽ നിൽക്കുന്ന ആളാണ്. I don't have any problem with them. It's not just I don't believe all this stuff. That's it. അപ്പോൾ അതാണ് മരുന്നുമൂട്. നമ്മളിനി വീണ്ടും മുന്നോട്ട് പോവാണ്. ശബരിമല തിരിച്ചു പോകാമോ? നല്ല നിരപ്പുള്ള റോഡാണ് കേട്ടോ, കയറ്റങ്ങളേ ഇല്ല ഈ വഴിയിൽ. ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ശ്രീജ ഇന്നത്തെ വീഡിയോയിൽ ഈ കാട്ട് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന സംശയമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് വോയിസ് ഓവർ ചെയ്തേക്കാം. തീരെ മോശമാണെങ്കിൽ മാത്രമേ ഞാൻ വോയിസ് ഓവർ ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ ആ സാധനം ഫ്രണ്ടിലുണ്ട്. ജനകീയവും വികസനോന്മുഖവുമായ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ സമസ്ത മേഖലകളിലും മുന്നേറിക്കൊണ്ട് ഒരു നവകേരള സൃഷ്ടിയുടെ പാതയിൽ സഞ്ചരിക്കുന്നു കേരളം. കേരള സർക്കാർ നടപ്പാക്കി വരുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും സമൂഹത്തെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും പുതിയ ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരാഞ്ഞ് ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുഴുവൻ മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണ യോഗം നാളെ ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജഗോപാലൻ നായർ അവരുടെ അധ്യക്ഷതയിൽ ഇളമണ്ണൂർ മോർണിംഗ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ കൂടുകയാണ്. യോഗത്തിൽ ബഹുമാന്യനായ കോന്നി MLA ശ്രീ KU ജനീഷ് കുമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. പ്രസ്തുത യോഗത്തിൽ താങ്കളുടെയും ലോറികളുടെ ബഹളമാണ് ഇവിടെ കേട്ടോ. കുറച്ച് വേഗത്തിൽ പോയേക്കാം. എൻ്റെ വെള്ളം സോ ക്ലോസ് ടു മീ. ഇത് പാറയ്ക്കൽ, ഈ സ്ഥലത്തിൻ്റെ പാറയ്ക്കലാണ്. കാട്ട് ഉള്ളത് നല്ലതാണ്, തണുത്ത കാറ്റ് വരുന്നത്. പക്ഷേ വൈൽ ഡ്രൈവിങ് പക്ഷേ നമുക്ക്
ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴേ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏനാദിമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ നിർലോഭമായ സഹകരണം ലോട്ടറി ഇതുപോലെ വിൽക്കുന്ന കടകളെല്ലാം നമുക്കിപ്പോൾ എല്ലായിടും കാണാൻ പറ്റും. ലോട്ടറി ഒരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ കൊടുക്കുന്ന രണ്ടെണ്ണത്തിലൊന്നാണത്. ഒന്ന് മദ്യം, രണ്ടാമത് ലോട്ടറി, ഗാംബ്ലിംഗ് ആൻഡ് ആൽക്കഹോൾ. രണ്ടും മനുഷ്യന് ദോഷമാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഗവൺമെൻറ് നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൂ റൺസ് ഇറ്റ്. പറയാം. പക്ഷേ ഈ ലോട്ടറി എന്നൊക്കെ പറയുന്നത് ഒത്തിരി പേരുടെ ഉപജീവന മാർഗ്ഗമാണ്. പക്ഷേ ഇതിന് നമുക്കൊരു അഡിക്റ്റഡ് ആയി കഴിഞ്ഞാലാണ് പ്രശ്നം വരുന്നത്. ആ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡെയിലി ബേസിസുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും ഇങ്ങനെയുള്ള ട്രാപ്പിലൊക്കെ വീഴുന്നത്. അതൊരു ദിവസം ഏൺ ചെയ്യുന്നതിൻ്റെ ഒരു 10 to 15% they will spend for lottery and another 15% will go for the alcohol. ബാക്കി എത്ര ഉണ്ടാകും? 70% ആണ് അയാളുടെ കയ്യിലുള്ളത്. ഒരു ആവറേജാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ കണക്ക് അതിനേക്കാൾ കൂടുതലായിരിക്കും. ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്, ഫുട്ബോൾ സ്റ്റേഡിയം. വലത്തോട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പോകുന്നില്ല. അതാണ് പ്ലാന്റേഷൻ ജംഗ്ഷൻ. പട്ടാഴി മുക്കെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ആ മഴകയറ്റം കാരണം എൻ്റെ കാലൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഈ ഭാരം കൂടുന്നതാണ് പ്രശ്നം ഏറ്റവും കൂടുതൽ. അല്ലാതെ ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 years മുമ്പ് പോയ സമയത്ത് ഈസിയായിട്ട് നമ്മൾ കയറി പോയതായിരുന്നു. ഇന്നലെ കയറിയപ്പോൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ കയറിയപ്പോൾ സോ ടഫ്. പന്തളം 15 kilometer. നമ്മൾ അടൂർ ചെന്നിട്ട് ഇവിടെ ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളവിടെ പോകും. അടൂരിൽ നിന്ന് 6 kilometer അകലെയാണ് പന്തളം റോഡിൽ, MC റോഡിൽ. അത് അടുത്ത വീഡിയോ ആയിരിക്കും കാണാൻ പോകുന്നത് നിങ്ങൾ. കനാലാണ്. കനാലൊക്കെ ഇങ്ങനെ പാട് പിടിച്ച് കിടക്കുവാണ്. എനിക്കൊന്ന് ഏപ്രിൽ മാസമൊക്കെ വേനലൊക്കെ കണക്കുമ്പോഴേ അവർ കനാലൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഇവിടുത്തെ റോഡ് മോശമായത് അവർ എന്തൊക്കെയോ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഏഴംകുളത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏഴംകുളം ഇതുമായി വലിയ സ്ഥലം അല്ലേ? അടൂരിൻ്റെ ഒരു സാറ്റലൈറ്റ് ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം ഏഴംകുളം. പറക്കോട് വരും. പറക്കോട് കേരളത്തിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മാർക്കറ്റാണ് കേട്ടോ. അത് ഞാൻ അടുത്തിടയ്ക്കാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് ഈ കയറുന്ന പറക്കോട് എന്നുള്ളത് കേരളത്തിലെ ഓൾഡസ്റ്റ് മാർക്കറ്റാണ്. ഒരു പ്രധാനപ്പെട്ട ഈ തിരുവിതാംകൂർ ഇല്ലായിരുന്നല്ലോ. അന്നത്തെ കാലത്ത് ഏറ്റവും മലഞ്ചരക്ക് വ്യാപാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. പറക്കോട് നമ്മൾ കയറുവാണ്.
ഇപ്പോഴും ഒരു നല്ലൊരു മാർക്കറ്റ് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു പറക്കോടിൽ. I think I should take a break now. പാടം പന്തളം പത്തനാപുരം അടൂർ. നല്ല നൈസ് കളർ അല്ലേ? Actually we say like it's kind of green. പറക്കോട് മാർക്കറ്റ് വേണമെങ്കിൽ ഞാനിവിടെ പോയിട്ടില്ല വെറുതെ നമുക്കതൊന്നും നോക്കില്ല. ചേട്ടാ പറക്കോട് മാർക്കറ്റ് ഏതാ? ഈ ഏരിയ അല്ലേ? ഈ മലഞ്ചരക്ക് വ്യാപാരം കാര്യങ്ങളൊക്കെ. ആ ഈ പറക്കോട് ഭയങ്കര ഓൾഡസ്റ്റ് മാർക്കറ്റ് അല്ലേ കേരളത്തിലെ? പേരൊക്കെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഈ ഏരിയ എല്ലാം പറക്കോട് മാർക്കറ്റ് അല്ലേ? ഓക്കെ ശരി. അപ്പോൾ നമ്മുടെ ഗോണിനും പണ്ട് ഭയങ്കര പേരുണ്ടായിരുന്നു, ഇപ്പോഴില്ല എന്നാണ് പറയുന്നത്. ഈ സൂപ്പർ മാർക്കറ്റ്സിലേക്ക് കടന്നു വരോടുകൂടി ഇതുപോലുള്ള പൊതുവിടങ്ങൾ പണ്ടത്തെ നമ്മുടെ മാർക്കറ്റ് കച്ചവടമൊക്കെ മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഓൺലൈൻ ചേട്ടൻ ഒരു സൈഡ് മാത്രമാണ് നോക്കുന്നത്. ഇതിന് വണ്ടി ഓടിക്കുന്നത് ഓൺലൈൻ കച്ചവടങ്ങൾ അപ്പോൾ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള മാർക്കറ്റിനൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇറങ്ങണമെന്നില്ലല്ലോ അല്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ മാർക്കറ്റ്. ഇത് വലിയ ഏരിയയാണ്. പണ്ടത് വലിയ മാർക്കറ്റായിരുന്നു എൻ്റെ തോന്നുന്നു. കൂളായിരിക്കും. അടുത്തെത്തിയിരിക്കുകയാണ്. എത്തിയില്ല, ഓൾമോസ്റ്റ്. മുസ്ലിം പള്ളി റോഡ് സേഫ്റ്റോ ഗ്രീൻ വാലി കൺവെൻഷൻ. ഗ്രീൻ വാലി ഒരു പാർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഫങ്ഷനാണോ നമുക്കൊരു എനിക്കറിയാം അതിനെക്കുറിച്ച്. ഫങ്ഷണൽ കോട്ടമുകൾ, അടുത്തത് കോട്ടമുകൾ. അപ്പോൾ നമ്മുടെ യാത്ര കായംകുളം പുല്ലൂർ റോഡ് ട്രിപ്പിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കൊണ്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, അവിടെ സിനിമ കാണാൻ പറ്റുക. സ്ഥലത്തിൻ്റെ പേരെങ്ങനെ ഓർമ്മല്ലോ.
സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കാൻ സമയത്ത് വരാതെയുള്ളതൊക്കെയാണ് ക്ലാസ് കയറാതെ സിനിമ കാണാൻ പോകുന്നുള്ളത്. അപ്പോൾ അന്നത്തെ സിനിമ കാണാൻ പോകുന്ന ഒരു ഏരിയയാണ് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നടുവിൻ്റെ പ്രധാന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? കുറച്ച് വീഡിയോ കുറച്ച് നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നിർത്തി ഒരു നായങ്ങളും പ്രത്യേകം. അപ്പോൾ നമ്മൾ അടൂർ എത്താൻ പോവാണ്. ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഇവിടെ ഉള്ളൂ. 2 കിലോമീറ്റർ താഴെയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയൊരു നാടക്കട ഉണ്ടായിരുന്നു ഇവിടെ. നല്ല മുരമ്പലം കിട്ടുന്ന കടയാണ്. സാധാരണ നാളെങ്കിലും കുടിച്ചതാണ് പാർക്കിൻ്റെ അവസാനിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ മോരും വെള്ളം കുടിച്ച് അവസാനിപ്പിക്കാം. സോ കണ്ടിന്യൂ സപ്പോർട്ടേഴ്സ്. See you tomorrow at 5 PM. Bye bye.